ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് സമയത്ത് എന്തായിരുന്നു? നല്ല അലമ്പായിരുന്നു. മലയാളികളുടെ പേര് പറയിപ്പിച്ചോ? ഇല്ല പേരൊന്നും കളഞ്ഞില്ല. സ്വപ്നമാണോ? നുള്ളി നോക്കിയായിരുന്നോ? നുള്ളണ്ടി വന്നില്ല. ഇങ്ങനെ ഒരു കോടി ക്ലബിന്റെ ഇങ്ങനെ ഒരു കോഴി ശിവകാർത്തികേയൻ അനിയനാണെന്ന് ആരെയും പറഞ്ഞു. ഞാനല്ല, ഇത് ശിവകാർത്തികേയനാണ്. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവിട്ട ആൾക്കാരാണ്. മതി, എനിക്ക് കാണണ്ടെന്നുള്ള രീതിയിലായി. ക്ലിയർ കട്ട് പറയത്തൊക്കെ അങ്ങനെ ആയിട്ടില്ല. ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഈ ടാറ്റുവിന്റെ പിറകിൽ ആരാണ് ആ സുന്ദരി? സുന്ദരിയല്ല, ബുദ്ധനാണ്. ലോർഡ് ബുദ്ധയാണ്. അതൊരു കണ്ടിന്യൂസ് ഷോട്ടാണ് ബേസിക്കലി. അത് ബോൾട്ട് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. റോബോട്ടിക് ആണ്. ഫാഫ ചെയ്യുന്നത് അതുപോലത്തെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കോടി ക്ലബും 200 കോടി ക്ലബും കടന്ന് കുതിക്കുകയാണ് അമരൻ. ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച മലയാളി നടനാണ് നമ്മളോടൊപ്പം ഉള്ളത്, മേജർ ശ്രീനാഥ്. ഹലോ. ഹലോ അഭിനവ്, നമസ്കാരം. എങ്ങനെയുണ്ട് സിനിമ? ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പ്രേക്ഷക അഭിപ്രായങ്ങളൊക്കെ കിട്ടി പോവാണ്. അപ്പം എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് എങ്ങനെ തോന്നുന്നു? പടത്തുന്ന ഇമ്പാക്റ്റ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരുടെ ഫീലിങ്സിൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നെക്സ്റ്റ് ഡേ വരെ അത് കണ്ടിന്യൂ ആവാറുണ്ട്. ഹാങ് ഓവർ പോലെയെന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വരെ വിളിച്ച് പറയാറുണ്ട്. അവർ പറയുന്നത് ദൈവം ഇതുപോലത്തെ ഒരു പടത്തിൽ വീണ്ടും നീ അഭിനയിക്കരുതെന്ന് പറയാറുണ്ട്. ബിക്കോസ് അത് ഭയങ്കര എമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിനിങ് ഒരു സംഭവമായിട്ട് പിന്നെ പല ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും പേഴ്സണൽ ലൈഫുമായിട്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ മുകുന്ദിനെ പോലെയും ഇന്ദുവിനെ പോലെയും വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മേജർ ശ്രീനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ് ഉണ്ടായത്? ഇതിൻ്റെ ഓഡിഷൻ നടന്നത് ജാനുവരിയിൽ 2023 സോറി 2023 മുമ്പേ, അറൗണ്ട് 6 months മുമ്പേ ആയിരുന്നു ഓഡിഷൻ നടന്നത്. ഒരു തരൺ ബജാജ് എന്നൊരു കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്നായിരുന്നു മുംബൈയിൽ. അപ്പം എന്നോട് പറഞ്ഞത് ഒരു ആർമിക്കാരൻ്റെ ഒരു ഡയലോഗ് ഏതെങ്കിലും എടുത്തിട്ട് അതിനകത്ത് മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പെർഫോം ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് തമിഴ് പടത്തിന് വേണ്ടിയാണെന്നുള്ള സംഭവം അറിയത്തില്ല. മുംബൈയിൽ നിന്ന് ഞാൻ ഹിന്ദി എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ജാനുവരിയിൽ അവർ വിളിച്ചിട്ട് പറയാം ഇങ്ങനെ ഒരു റോൾ തമിഴ് മൂവിക്ക് സെലക്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടില്ലല്ലോ, തമിഴ് മൂവിക്ക് ഞാൻ ഇതുവരെ ഓഡിഷൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, അന്ന് ചെയ്തത് അത് ഇതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റിൽ ഡയറക്ടറിൻ്റെ കൂടെ സൂം കോൾ മീറ്റിംഗ് ഉണ്ടെന്നു. 10 മിനിറ്റിൽ എല്ലാം ഒരു എന്താ പറയുക, ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം. അപ്പം സാറ് വന്നു വീഡിയോ കോളിൽ. ഞാൻ അന്നേരം പറ്റി വെച്ച് റെഡിയാക്കി ഞാൻ ഇണ്ടിച്ച് കൊള്ളായിരുന്നു. 10 മിനിറ്റിൽ റെഡിയായി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പം സാറ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്നേരമാണ് ഈ മേജർ ശ്രീനാഥിൻ്റെ ക്യാരക്ടറും അതൊക്കെ പറയുന്നത്. അത് പറയുമ്പോഴും ഞാനിങ്ങനെ ഒന്നാമത് ഉറങ്ങി എണ്ണിച്ചതിൻ്റെ ഇതാണ്. പിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ, കമൽഹാസൻ പ്രൊഡക്ഷൻ, ശിവകാർത്തികൻ, സായി പല്ലവി, ഇങ്ങനെ രാഹുൽ ബോസ്, ഇങ്ങനെയൊക്കെ പല വലിയ വലിയ ആൾക്കാരുടെയൊക്കെ പേരൊക്കെ പറയുമ്പോൾ എനിക്കിത് വിശ്വസിക്കാനും എല്ലാം ഒരു ഡ്രീം, എന്തോ ഒരു ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. നുള്ളണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എല്ലാം ബ്രീഫ് ചെയ്തു, ക്യാരക്ടറെല്ലാം ബ്രീഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. മുഖത്ത് ഭയങ്കര ഓക്കെ സാർ കണ്ടിട്ടില്ല, അത് കുറവാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതുവരെ തല ഇങ്ങനെ അനക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞു സാറേ 2 കാര്യം ചോദിക്കാൻ. ഒന്ന്, ഇത് ആക്ച്വലി റോൾ കൺഫേംഡ് ആണോ? അതെ, ആള് മാറിയതൊന്നും അല്ലല്ലോ. ഇല്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഇത്ര ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സമാധാനം. ഓക്കെ ഫൈൻ, എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് സോ ഡേറ്റ് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടും കുറേ നാളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം കോൺട്രാക്ട് വരുന്നവരെ ഞാനിങ്ങനെ കിട്ടുമോ കിട്ടത്തില്ലയോ പല ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നിട്ട് പോകാറുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അപ്പോൾ ആരുടെയും പറഞ്ഞായിരുന്നോ? എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ എല്ലാം കൺഫേം ആയിട്ട് പറയാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ എല്ലാവരോടും സന്തോഷമുള്ള കാര്യം നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടും പാരൻസിനോടും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സിനോടൊക്കെ. പക്ഷെ എന്നാലും ഒരു
ഞാൻ കൂട്ടത്തിൽ ഇതും പറയും, വലിയ ഹോപ്പൊന്നും വെക്കണ്ട എന്നുള്ള സാധനവും വെക്കും. പക്ഷെ അങ്ങനെയായിരുന്നു ആ മേജർ ശ്രീനാഥ് എന്നുള്ള ക്യാരക്ടർ കിട്ടിയത്. ഇപ്പൊ സാധാരണ ക്യാരക്ടർ പോലെയല്ല, ഇതൊരു ബയോപിക് ആണ്. അപ്പം ഇങ്ങനെ ഒരു സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് മുകുന്ദ് വരദരാജ് എന്നുള്ള ഒരു ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾക്ക് ഐ മീൻ ഒരു എന്താ പറയുക, അത്ര ഡീപ്പായിട്ട് പോകേണ്ടിയോ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ഇങ്ങനെ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്, ഇങ്ങനെ ഫുൾ ഒരു സ്റ്റോറി പോലെ നമുക്കറിയാം. പക്ഷേ എമോഷണലി അങ്ങനെ വലിയതായിട്ട് കണക്ട് ആയിട്ടില്ലായിരുന്നു. നമുക്കൊരു അന്നേരം തോന്നുന്ന ഒരു അയ്യോ എന്നുള്ളൊരു തോന്നൽ വരുന്നതല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടിയിൽ ഇൻവോൾവ് ആവാണ്. അപ്പം പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ ആണ് എൻ്റെ ഒരു ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സീനുകളിലേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. എസ്പെഷ്യലി ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഇമോഷണലി കണക്ട് ആവുന്ന കുറേ അധികം, ഞാൻ സ്പോയിലർ അലേർട്ട് ആവുന്നില്ല, സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിയത്. അപ്പം ആ ഒരു ഇമോഷൻ സീൻസ് ഒക്കെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് RR എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അഭിമാനത്തോട് നോക്കുന്ന ഒരു സേനയാണ്, ഒരു സേനാ വിഭാഗമാണ്. അപ്പം അതിലൊരു മേജർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു ആ ഇമോഷണൽ സീൻസ് ഒക്കെ അഭിനയിക്കുമ്പോൾ ആ ഒരു വിങ്ങല് എങ്ങനെയായിരുന്നു? കാരണം ആ ഒരു സീൻ ഭയങ്കര ഇതല്ലേ? അതെ അതെ അതെ, അത് ആ സീൻ നടന്നത് ചെന്നൈയിലായിരുന്നു, ആ സീൻ എടുത്തത്. ബാക്കി സീൻസ് എല്ലാം എടുത്തത് കാശ്മീരിലായിരുന്നു. അപ്പം മേജർ നമ്മൾ മെയിൻലി ആ ആർമി ക്യാമ്പ്, പ്രോപ്പർ ആർമി ക്യാമ്പിനകത്തായിരുന്നു ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പം അവരുടെ ലൈഫെല്ലാം നമ്മൾ ക്ലോസ്ലി കണ്ട് കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഐ മീൻ ഓൺ ആൻഡ് ഓഫ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവരുടെ കഷ്ടപ്പാടെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓൺ ദ കോൺട്രറി നമ്മൾ ഈ ക്ലൈമാക്സ് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നു. അപ്പം അതും നമ്മുടെ മുമ്പിൽ ആരാ? സായി പല്ലവി. കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അറിയില്ല മല്ലർ മിഷിനെ ഇഷ്ടപ്പെടണോ അതോ ഇന്ദുവിനെ ഇഷ്ടപ്പെടണോ എന്നുള്ള കാര്യമല്ല. രണ്ടും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ രീതിയിൽ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഇങ്ങനെ എമോഷൻസ് വരുമ്പോഴല്ലോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ റിയാക്ട് ചെയ്താൽ മതി. റിയാക്ട് എന്ന് പറഞ്ഞാൽ പ്ലെയിനായിട്ട് നമ്മൾ നിൽക്കുകയാണേലും അകത്തിങ്ങനെ അയ്യോ എന്നുള്ള സാധനം ഇങ്ങനെ അകത്തിങ്ങനെ വിമിഷ്ടം പോലെ ഇരിക്കും. ഇപ്പോൾ ഷൂട്ടിങ്ങിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കശ്മീരിലൊക്കെ കുറേ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കശ്മീരിലെ ഷൂട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു കശ്മീർ ആൻഡ് ആർമി യൂണിഫോം, അതൊരു നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ എങ്ങനെയായിരുന്നു? ആ ഒരു കുറച്ച് നേരത്തെങ്കിലും പട്ടാളക്കാരനായിട്ട് ഫീൽ ചെയ്തായിരുന്നു? ആക്ച്വലി അത് നല്ലൊരു കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നോ? കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോഴും മേജർ ശ്രീനാഥ് ആയിട്ട് തന്നെ നിൽക്കുകയാണോ? അതിന്നൊക്കെ ഇറങ്ങി. കശ്മീരിൽ ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പിയാൻ എന്ന് പറയുന്ന ഭയങ്കര സെൻസിറ്റീവായ ഒരു സ്ഥലത്തൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ ദിവസം ഞാനും ലല്ലു എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, ഭയങ്കര ക്ലോസ് ആയി ഞങ്ങൾ, തമിഴ്നാട്ടിലെ നല്ലൊരു ആക്ടറാണ്. അപ്പം പുള്ളിയും ഞാനുമാണ് ആദ്യമായിട്ട് സെറ്റിൽ പോകുന്നത്. അപ്പം അവിടെ പോകാൻ നേരത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ഇനി ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നുള്ള സാധനം വലിയതായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് യൂണിഫോമിലാണോ അതോ അണ്ടർ കവർ മിഷൻ പോലെയാണോ എന്നുള്ള സാധനമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് കാരവാനിൽ നമുക്ക് ഇത് കോസ്റ്റ്യൂംകാർ ഇതാണെന്ന് പറയുമ്പോൾ അന്നേരമാണ് നമ്മൾ ഈ യൂണിഫോം കയ്യിൽ കിട്ടുന്നത്. അപ്പം വല്ലാത്തൊരു സന്തോഷം, ഒരു പ്രൗഡ് ഫീലിംഗും, മേജർ ശ്രീനാഥ് എന്നുള്ള സാധനം എഴുതിയും അത് ഇട്ടിട്ട് നമ്മൾ ഇടുമ്പം തന്നെ എന്തോ ഒരു ഡിഫറെൻറ്റ്. ഞാൻ മെർച്ചൻ്റ് നേവിയിലായിരുന്നു ആദ്യം. അപ്പം ഞാൻ കുറച്ച് നാൾ മെർച്ചൻ്റ് നേവിയിൽ സെയിൽ ചെയ്ത് അന്നേരം ഒരു യൂണിഫോം ഇടുമ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ വരും. അതേപോലെ തന്നെ ഇവിടെ ചെറിയ യൂണിഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകത 44 RRന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഷേവും ഇതൊന്നും ചെയ്തില്ല. ഇപ്പം സാധാരണ നമ്മൾ ആർമിക്കാരാകുമ്പോൾ ക്ലീൻ ഷേവ്, മുടിയൊക്കെ പറ്റ വെട്ടി അങ്ങനെ ഒരു മിലിറ്ററി ഇത്. പക്ഷെ ഇത് മിലിറ്ററിക്കാർ തന്നെയാണോ? അതിൽ ശിവകാർത്തികന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് പറഞ്ഞാൽ അണ്ടർ കവർ മിഷനൊക്കെ പോകേണ്ടി വരും. അപ്പം ഈ നമ്മൾ പ്രോപ്പർ ആർമിക്കാരുടെ കൂട്ടൊക്കെ പോയാൽ അന്നേരം വെടിവെച്ച് സെറ്റാക്കും. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂട്ട് തന്നെ, ലോക്കൽ ആൾക്കാരുടെ കൂട്ട് തന്നെ നമ്മൾ താടി, അവിടുത്തെ ആക്ച്വൽ ആർമി ഓഫീസേഴ്സിനൊക്കെ കണ്ടാൽ ഇത്രയൊക്കെ താടിയൊക്കെ കാണും. പക്ഷെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് അവിടെ. ലൈക്ക് അവർക്ക് നമ്മൾ നല്ല ഹാർഡ്ഷിപ്പ് ഉണ്ടെങ്കിലും അവർ ഫുൾ ജോഷിലാണ് ഇരിക്കുന്നത്. ഇപ്പം രാവിലെ നമ്മുടെ ഈ ആർമി ക്യാമ്പിനകത്ത് തന്നെ അതിനകത്ത് എൻട്രൻസിൻ്റെ അവിടെ എഴുതിയേക്കുന്നത് ആജ് കോൺടാക്ട് ബനേഗ എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഇന്ന് കോൺടാക്ട് ഉണ്ടാവും എന്നാണ്.
they are eager to get into that kind of situation. വെടിവെപ്പ് അതിനകത്ത് ഇന്ന് കാണണം, ഇന്ന് വെടിവെക്കണം, ഇന്ന് ഒരെണ്ണത്തിനെ കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് അവർ. അതും നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര ടെററിസ്റ്റിനെ ഇന്ന് കൊന്നു, അതൊരു ടാർഗറ്റ് പോയിന്റ് പോലെ. അതെ ഞാൻ അവരുടെ ഈ ബാരക്കില്ലേ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരിങ്ങനെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസ് നെക്സ്റ്റ് ഇയാളിന് അവർ ഉറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരോട് ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു ഇതിനെയാണ് നമ്മൾ ഭയങ്കര സന്തോഷമായി ഇത് പറയുമ്പോഴേക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര പാട്രിയോട്ട്. ഇയാളെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്നിട്ട് ഒരു ആർമി ഓഫീസർ ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ച് മതി എനിക്കിനി കാണണ്ടെന്നുള്ള രീതിയിലായി. അതേപോലത്തെ ഭയങ്കര ഒരു ഡിഫറെന്റ് ലൈഫ് തന്നെ അവിടെ നടക്കുന്നത്. അതിന്റെ അകത്തുള്ള ഒരു ലൈഫ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോ ഈ RR44 കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്തായിരുന്നോ? ഇല്ല, ക്യാരക്ടറിനെ പറ്റിയും പിന്നെ ഓവറോൾ ഞാൻ ഇതിനെ കുറിച്ച്. പക്ഷെ 44 RRൽ ചെല്ലുകയാണ്, അവിടെ പോവാന്നുള്ള സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് എനിക്കൊരു ആർമി ഓഫീസർ ഇൻ കശ്മീർ എന്നുള്ള സാധനം മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. അപ്പം റിസർച്ചായിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു നോർമൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന പല കാര്യങ്ങളും, പിന്നെ ഒരു ആർമി ഓഫീസറിൻ്റെ ബോഡി ലാംഗ്വേജും മെൻറ്റാലിറ്റിയും പിന്നെ എമോഷൻസ് എന്തായിരിക്കും എന്നുള്ള സാധനം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ ശിവകാർത്തികേയൻ ഈ പ്രൊമോഷൻ വന്നപ്പം പറഞ്ഞായിരുന്നു പ്രിൻസിപ്പളെ കണ്ട പോലെ ഇപ്പം ഭയങ്കര ബഹുമാനമാണ്. ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഒന്നുമില്ല, യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് സമയത്ത് എന്തായിരുന്നു നല്ല അലമ്പായിരുന്നു. മലയാളികളുടെ പേര് പറയിപ്പിച്ചോ? ഇല്ല പേരൊന്നും കളഞ്ഞില്ല. ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു, ഭയങ്കര ജോവിയലായിരുന്നു. പുള്ളിയുടെ കൂടെ ആക്ച്വലി ആരാന്നേലും ആ എൻവയോൺമെന്റ് അതേപോലെ ആയിരിക്കും, ഫുൾ ഫണ്ണായിരിക്കും, രസമായിരിക്കും. അവിടെ പുള്ളി ഒരു സെലിബ്രിറ്റി ആണ് അല്ലെങ്കിൽ പുള്ളി ഒരു സ്റ്റാർ ആണെന്നുള്ള സാധനം പുള്ളി തരത്തുമില്ല. നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് ബിഹേവ് ചെയ്യുന്ന നാച്ചുറലി നമ്മൾ പുള്ളി എക്സ്പീരിയൻസ്ഡ് ആളാണെന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണെങ്കിലും പുള്ളി നമ്മളെ കംഫർട്ടബിൾ ആക്കും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിന്നെ പ്രിൻസിപ്പൽ പോലത്തെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ശിവകാർത്തികേയൻ അനിയനാണെന്ന് ആരെയും പറഞ്ഞു? ചെറിയൊരു ഫേസ് കട്ട് ഉണ്ട്. അങ്ങനെ ഈ പോസ്റ്ററൊക്കെ വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എടാ നിന്റെ പോസ്റ്റർ, എടാ ഞാനല്ല ഇത് ശിവകാർത്തികേയനാണെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഈ സ്റ്റാറ്റസ് ഒക്കെ റീപോസ്റ്റ് ചെയ്തെടുത്ത് PS എന്ന് പറഞ്ഞാൽ എവിടെ എഴുതും, ഇത് ഞാനല്ല SK ആണെന്നുള്ള രീതിയിൽ എഴുതി വെക്കും. അങ്ങനെ ചെറിയ എവിടെയോ റിസംബ്ലൻസ് ഉള്ളത് കുറച്ച് ഒരു ഫേസ് കട്ട്. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഇപ്പൊ പ്രൊഫഷണലി അഭിനവ് രാജ് ആരാണ് യഥാർത്ഥത്തിൽ? ഞാൻ ഒരു മെറീൻ എഞ്ചിനീയർ ആണ്. ഞാൻ മെർച്ചന്റ് നേവിയിലായിരുന്നു. ഒരു ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആരാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ തുടങ്ങുന്നത് തന്നെ അരുണാചൽ പ്രദേശിലാണ്. ഞാൻ വളർന്നതൊക്കെ അരുണാചൽ പ്രദേശിലായിരുന്നു, ഇറ്റാനഗറിലായിരുന്നു. അപ്പോൾ അവിടെ VKV എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അരുണാചലിലെ ഫ്രണ്ട്സും ഫുൾ മിക്സ്ഡ് ആയിരുന്നു. നോർത്ത് ഈസ്റ്റ്, സൗത്ത് എല്ലായിടത്തും പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് വളർന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് 12 കഴിഞ്ഞിട്ടാണ് ഞാൻ മെർച്ചന്റ് നേവി മെറീൻ എഞ്ചിനീയറിംഗ് മധുരയിൽ പോയത്. മധുരയിലാണ് ചെയ്തത്. 4 വർഷം ഞാൻ മധുരയിലായിരുന്നു, തമിഴ്നാട്ടിൽ. RL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോട്ടിക്കൽ സയൻസസ് അവിടെയായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കപ്പലിലോട്ട് പോയി. അവിടെ പിന്നെ അത് വേറെ എഗെയിൻ നമ്മളൊരു ആർമി ക്യാമ്പിൽ പോയ കണക്കുള്ള ഒരു ജീവിതമാണ് അത്. അവിടെ ചെന്ന് കംപ്ലീറ്റ്ലി വേൾഡുമായിട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു രീതി, അത് വേറെ ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്താണേലും എനിക്ക് ഈ ആക്ടിങ് എന്നുള്ള സാധനത്തിൽ അങ്ങനെ ഒരു ക്രേസോ അങ്ങനെ ഒരു എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ സാധാരണ ഒരു ആൾക്ക് ഇത് പറ്റും എന്നുള്ള സാധനം എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഒരു ആള് സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, സിനിമയിലോട്ട് ഇപ്പം സാധാരണ ഒരു ആൾ ഇപ്പം സിനിമ കാണുന്നു, ഓക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാണ്, TV ഓഫ് ചെയ്യണം. അല്ല ഞാൻ അവിടെ എത്തും എന്നുള്ള കാര്യം പല ആൾക്കാരും ചിന്തിക്കത്തില്ല. ബിക്കോസ് ചിലപ്പോൾ ആഗ്രഹം കാണും, പക്ഷെ ചിന്തിക്കാനുള്ള ഇതില്ല, നമുക്ക് അവിടെ എത്താൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം, ഒരു വഴി അറിയില്ല. അതാണ് മെയിൻ സാധനം. അപ്പൊ എനിക്കും അങ്ങനെയായിരുന്നു. എനിക്കിങ്ങനെ ഒരു ബോധമില്ലായിരുന്നു പറ്റൂ എന്നുള്ള ഒരു സാധനം. അങ്ങനെ ബോധം എപ്പോഴും ഇല്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നീൽ ജെയിംസ് എന്ന് പറഞ്ഞിട്ട്, അവനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മെർച്ചന്റ് നേവിയിൽ. അപ്പം അവന് എനിക്കില്ലാത്ത വിശ്വാസം അവനുണ്ടായിരുന്നു. അവനിങ്ങനെ ഫാഷൻ ഷോ ഒക്കെ എൻ്റെ പേരൊക്കെ വെറുതെ ഇടും. ഞാനൊക്കെ പിന്നെ അറിയുന്നത് എടാ എന്തിനാ എൻ്റെ പേര്. അങ്ങനെ ഒരു ഫാഷൻ ഷോ ചെയ്തു കുറച്ച് വർഷം മുമ്പേ. അത് കഴിഞ്ഞിട്ട് ആണ് അതിനകത്തുനിന്ന് ഒരു ആൾ കണക്ട് ചെയ്ത് എന്നെ വിളിച്ചത് ഒരു പടത്തിന് വേണ്ടി. അപ്പോൾ ആ പടം നടന്നില്ല. പക്ഷെ അന്നേരം എനിക്ക്
റിയലൈസ് ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് പോസിബിൾ ആണ്, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെ, അല്ല എനിക്ക് സ്പാർക്ക് ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് പോസിബിൾ ആണ്, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമാണെന്നാണ് അന്നേരമാണ് ഞാൻ ആക്ച്വലി ചിന്തിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാരലലി ഷിപ്പിങ്ങും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഷിപ്പിങ്ങിനകത്ത് നമ്മൾ ആക്ച്വലി മൊത്തത്തിൽ ഇൻവോൾവ് ആയാൽ പിന്നെ അഭിനയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് എനിക്കൊരു ഡെഡിക്കേഷൻ വലിയ ഇച്ചിരി കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു കെപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മർച്ചൻ്റ് നേവി വേണ്ടാന്ന് വെച്ചു. ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഒഡിയൻ ചെയ്തു, പിന്നെ 10ാം വളവ് ചെയ്തു. 10ാം വളവിനകത്തൊരു വില്ലൻ ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ അമരനകത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലൂടെ ഇപ്പൊ കുറച്ച് അധികം ആൾക്കാർ നോട്ട് ചെയ്ത് തുടങ്ങി, ഈ ഇവനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയുണ്ട്? കുറെ ആഡുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ എവിടെയോ കണ്ട് പരിചയമുണ്ട്, ഓക്കെ. പക്ഷെ ഈ ഒരു മൂവിയിലെ ഈ ഒരു പോർഷൻ ഭയങ്കര ഇമോഷണലി ടച്ച് ആയതിനെ കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ആവും. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർ തിരിച്ചറിയപ്പെടുന്ന ആ ആഡ്സ് ചെയ്ത് 10ാം വളവ് ചെയ്യുമ്പോഴാണേലും ഇത് ഇവിടെ കണ്ടിട്ടുണ്ട്, ആ ഒരു സാധനം കിട്ടാറുണ്ട്. അത് പക്ഷേ അത് അങ്ങനെ എടുത്തു പറയാനുള്ള സാധനമല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണേലും ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമരനാഥ് എൻ്റെ ലുക്ക് വേറെ ആയിരുന്നു. കംപ്ലീറ്റ്ലി മുടി വളർത്തി താടിയും വളർത്തി ഒരു ഞാൻ പറഞ്ഞില്ലേ 44RR അതേപോലത്തെ ഒരു ലുക്കായിരുന്നു. അപ്പം അവിടെയും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഈ പറയുന്ന കണക്ക് അത്ര അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ആൾക്കാർ ചിലവർ ഇങ്ങനെ ഫേസിൻ്റെ കണ്ടിട്ട് മനസ്സിലാക്കാറുണ്ട്. കശ്മീരിൽ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സമയത്തായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്? പൊതുവെ കശ്മീർ എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ, ഡാർക്ക് വില്ലേജസ് അങ്ങനെയായിരുന്നല്ലോ ഒരു പൊതുവെ പുറത്തുനിന്നുള്ള നോക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലുകളൊക്കെ? ഇപ്പം കശ്മീരിൽ ആദ്യമായിട്ടാണ് ഞാൻ കശ്മീർ പോയത്. അപ്പം കശ്മീരിൽ പോയപ്പോഴാണേലും ആദ്യം നമ്മൾ താമസിച്ച സ്ഥലത്ത് നമ്മളോട് പറഞ്ഞത് രാത്രി പുറത്ത് പോകണ്ട എന്നുള്ള സാധനം. ബട്ട് പോകുമ്പോഴാണേലും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണേലും അത് നമ്മുടെ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞേക്കുവാണ് പോകണ്ടെന്ന്. ബട്ട് ആക്ച്വലി അവിടെ ഭയങ്കര സേഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ ആൾക്കാരതിന് ഭയങ്കര ലവിങ് ആൾക്കാരാണ്, ഹെൽപ്പിങ് ആൾക്കാരാണ്. അപ്പം ആദ്യം ഈ പേടിയുണ്ടായിരുന്നു, ചെറിയൊരു ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞാനും ലല്ലും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങിപ്പോകും. പറ്റത്തില്ല, ഇങ്ങനെ റൂമിൽ ഇരുന്നിരുന്ന പ്രാന്ത്. ഒന്നാമത് ഷിപ്പിൽ കുറേ വർഷം ഇരുന്നത്, അതുകൊണ്ട് ഞാൻ ചാൻസ് കിട്ടുമ്പോൾ എന്തായാലും പുറത്ത് പോയിട്ട് കഴിക്കാൻ നേരത്താണ് ഒരു ആള് പറഞ്ഞു അവിടെ നല്ല ഫുഡ് കിട്ടും, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേനും വേറെ ഒരു വണ്ടി വന്നിട്ട് ഇത് കയറി പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ കയറി, ലല്ലു കയറി. അത് കഴിഞ്ഞിട്ട് ഒരു ആൾ ചാടി കയറി, അയാൾ പോക്കറ്റ് ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. അയാൾ പോക്കറ്റ് ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ ആ സൈഡിൽ ഇരിക്കുന്നു, പുള്ളി ഈ സൈഡിൽ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് എനിക്ക് ദൈവമേ ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ, അയാളുടെ കയ്യിൽ എന്താണെന്ന് അങ്ങനെയൊക്കെ ചിന്ത വരാൻ തുടങ്ങി. ബിക്കോസ് ഓൾറെഡി മൈൻഡിൽ അവർ കേട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവർ പ്രോപ്പർലി നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ലൈക്ക് ഒരു ടാക്സി ആയിരുന്നു, പക്ഷെ എന്നാലും പൈസ ഒന്നും എടുക്കാതെ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചും കൊണ്ടുവന്നു. നല്ല ആൾക്കാർ. ഇപ്പോൾ ഏതൊരാൾക്കും ഞാനൊരു സെൻട്രൽ ക്യാരക്ടറായി വന്നാൽ കൊള്ളാവുന്നതായിരിക്കും ആഗ്രഹം, സിനിമ മോഹിയായിട്ടുള്ള എല്ലാവർക്കും. അപ്പം ഇനിയൊരു സിനിമ വരികയാണെങ്കിൽ ഒരു ഡയറക്ടർ വന്ന് അപ്രോച്ച് ചെയ്യാണ്, എങ്ങനെയുള്ള ജോണർ സിനിമ അഭിനയിക്കാനാണ് ഇഷ്ടം? ഒരു ഇഷ്ടം ഉണ്ടാവില്ല നമുക്കിപ്പോൾ റൊമാൻറ്റിക് മൂവി വേണം, അല്ലെ ആക്ഷൻ മൂവി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടോ മനസ്സിൽ? അങ്ങനെ ഇഷ്ടമില്ലാതിരിക്കില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ചാലഞ്ചിങ് സാധനം കിട്ടിയാൽ കൊള്ളാം. അല്ല, എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് ചാലഞ്ചിങ് ക്യാരക്ടർ വേണം. അത് ആക്ച്വലി ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം റൊമാൻസ് ആയിക്കോട്ടെ ആക്ഷൻ ആയിക്കോട്ടെ, അതിനകത്ത് ഇപ്പം ആക്ഷൻ ഇപ്പം പറഞ്ഞാൽ ഞാൻ പിന്നെ ഫുള്ള് അതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യും. സോ ആ പ്രിപ്പറേഷൻ, ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ടുവേർഡ്സ് വാട്ട് യു വോണ്ട് ടു ഡു, ആ ഒരു സാധനം എന്നെ ത്രില്ല് ചെയ്യാറുണ്ട്. അപ്പം ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചിലപ്പം കിട്ടാമെന്ന് പറയുന്ന ഒരു സാധനം, ഒരു പടം, അതിനകത്ത് ചിലപ്പോൾ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാൻ ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ തെലുങ്ക് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റും അങ്ങനെ ഒരു പ്രോസസ്സാണല്ലോ. അപ്പം അതിനകത്ത് സ്പെസിഫിക്കലി എനിക്കൊരു സാധനം എനിക്കങ്ങനെ തോന്നാറില്ല. ഇപ്പം കോമഡി ആണെങ്കിലും ലൈഫിൽ അത് തന്നെയാണ് നടക്കുന്നത്, ലൈഫേ കോമഡിയാണ്. പിന്നെ ആക്ഷൻ ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ലൈക്ക് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാത്തിനകത്തും. അല്ലാതെ സ്പെസിഫിക്കലി ഒരെണ്ണത്തെന്ന് പറഞ്ഞില്ല.
ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് നല്ല മൂവീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ ഇങ്ങനെയുള്ള ബയോപിക്കുകൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ പ്രത്യേകിച്ച് ഈ ദേശസ്നേഹം ബേസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു മൂവി വരണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടോ? അല്ല, ഇതുപോലത്തെ മൂവി ഇനിയും വരണം. അല്ലെങ്കിൽ ഞാനും പാട്ടാവണം. അതെ, ഇത് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ഇത്ര എമോഷണലി ഹിറ്റ് ചെയ്യുന്ന ഒരു മൂവി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ പഴയ ലാലേട്ടൻ്റെയും പടങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊന്ന്, അല്ലെങ്കിൽ ഒക്കെയുടെ പടങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഹിറ്റാവും, ഭയങ്കരമായിട്ട് ഒരു കരച്ചിലൊക്കെ വരുന്ന ഒരു രീതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഏതെങ്കിലും പടം വന്നല്ലാതെ ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഇതുപോലത്തെ ഒരു പടം വന്നതാണ്. എമോഷണലി നമ്മളെ നല്ല രീതിയിൽ പിടിച്ചു വെക്കുന്ന ഒരു പടം. അപ്പോൾ അതുപോലത്തെ പടങ്ങൾ ഇനിയും വരണം. ബിക്കോസ് ലൈറ്റ് കൈൻഡ് ഓഫ് മൂവീസ് വരുന്നുണ്ട്, അത് മോശമൊന്നുമല്ല. പക്ഷേ അതേപോലെ തന്നെ ഒരു കഥ അതേപോലെ തന്നെ പോർട്രേ ചെയ്ത് ആൾക്കാർ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു കഴിവാണ്. അത് യങ്സ്റ്റേഴ്സിനൊക്കെ നല്ലപോലെ അത് ഉണ്ട്. അത് എന്തായാലും പുറത്ത് വരും എന്നാണ് എനിക്ക് വിശ്വാസം. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് അഭിനയിച്ച ഒരുപാട് നല്ല മൂവീസ് മലയാളത്തിൽ വന്നു. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നു, എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഈ അടുത്തിടെ ഇറങ്ങിയ ഏതെങ്കിലും ഒരു മൂവി ഉണ്ടാവും? എടുത്തു പറയത്തക്ക എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കിപ്പം എനിക്ക് ഫീൽ ആവുന്നത്, ജെനുവൻലി എനിക്ക് ഫീൽ ആവുന്നത് ഫാഫ ചെയ്യുന്നത് അതുപോലത്തെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? അത് എന്തായാലും ഇപ്പോഴേ ഒന്നും, അതൊക്കെ പുള്ളി നെക്സ്റ്റ് ലെവലാണ്. അപ്പം ആ ലെവൽ എത്തിയാലായിരിക്കും ചിലപ്പോൾ അതുപോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുക. പക്ഷെ അതുപോലത്തെ ഒരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റണം. അത് എനിക്ക് ഇതുപോലത്തെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തേനെ, അതിനുവേണ്ടി ഞാൻ ഫുൾ എൻ്റെ 100% കൊടുത്ത് സെറ്റ് ചെയ്തേനെ എന്നുള്ളൊരു തോന്നൽ അത് കണ്ടിട്ടാണ് എനിക്ക് വരാറ്. ഫാഫയുടെ ഓരോ റോൾസ് കാണുമ്പോഴാണ് എനിക്ക് തോന്നാറ്, അല്ലാതെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം കുറേ കോമ്പിനേഷൻ സീൻസ് ഒക്കെ അധികം, എല്ലാ സീനും മിലിറ്ററി വേഷത്തിൽ തന്നെയാണ്, കുറേ വാഹനത്തിനുള്ളിലൊക്കെ ഉള്ള. അപ്പൊ ആ ഒരു സോങ്ങിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ പിന്നെ കുറേ തമാശ പറയുന്നത്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ആ സീൻ ആംബുഷ് അറ്റാക്കിന്റെ സീൻ ആയിരുന്നു. ആംബുഷ് അറ്റാക്കിന്റെ സീൻ ഇച്ചിരി ഇമ്പോർട്ടന്റ് ഒരു സീൻ ആണ്. ബിക്കോസ് അത് ഏത് ഭീകരനെ കൊന്നത് ഓർമ്മ ഉണ്ടോ? അല്ല, അന്ന് അതിനകത്ത് കൊല്ലാൻ പറ്റിയില്ല, രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അതാരാന്ന് ഓർമ്മയുണ്ടോ? അപ്പം ആ സീനിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഒരു സായി പല്ലവിയുടെ ഒരു പാട്ടൂടെ ആഡ് ചെയ്തപ്പം ഈ പടത്തിൻ്റെ ഒരു സമ്മറി അതിനകത്തുണ്ട്. അതായത് ഒരു ആർമിക്കാരൻ ഫേസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഡെയിലി സംഭവം ആൻഡ് ഒരു ഫാമിലി പാരലലി ഫേസ് ചെയ്യുന്ന ആ ടെൻഷൻ, ഫോണിൽ കൂടെ ആ ടെൻഷൻ, ആ ഒരു സാധനം ഡെവലപ്പ് ആയിക്കുന്ന അറ്റ്ലീസ്റ്റ് അത് ആക്ച്വലി ആ മൂവിയുടെ സമ്മറിയാണ് ആ ആംബുഷ് അറ്റാക്ക്. അപ്പോൾ ആ ആംബുഷ് അറ്റാക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു സീനാണ്. എന്നോട് ആദ്യം തൊട്ടേ പലതവണ നമ്മൾ പോസ്റ്റ് ആവും. അതായത് എന്താ പറയുക, ഷൂട്ടിന് വേണ്ടി വിളിച്ചിട്ട് ചിലപ്പം പോസ്റ്റ് ആവും. ബിക്കോസ് അത് പെർമിഷൻ കിട്ടാറില്ല. ചിലപ്പം ടെററിസ്റ്റ് ത്രെട്ട് കാണും അതുപോലത്തെ സെൻസിറ്റീവ് ഏരിയാസിൽ. അപ്പം ഷൂട്ടിന് വേണ്ടി നമ്മളെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഒക്കെ ചാർജ് ചെയ്ത് ഫ്ലൈറ്റൊക്കെ പിടിപ്പിച്ച് നമ്മളെ അവിടെ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ക്യാൻസൽ ആവും, ഷൂട്ടില്ല എന്ന് പറയും. പിന്നെ ചിലപ്പം പെർമിഷൻ കിട്ടുന്നത് നെക്സ്റ്റ് മാസമായിരിക്കും, ചിലപ്പോൾ ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ടിക്കറ്റ് കൊണ്ടുവരികയും സ്റ്റേ കൊടുക്കുകയും പിന്നെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ എന്താ പറയുന്നത് ആണ് അവിടുത്തെ ആർമിക്കാർ എപ്പോഴും നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ വണ്ടിയിൽ വന്നിട്ട് അവർ ഒന്നെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷന് പോകാൻ നേരത്ത് എല്ലാവരും മസ്റ്റർ ചെയ്തിട്ട് ജയ് ഹേ ജയ് ഹേ ജയ് ഹേ എന്ന് പറഞ്ഞിട്ട് എളുപ്പം ജീപ്പിൽ കയറി അല്ലെങ്കിൽ ഇങ്ങനെ പോകും. നമ്മളൊക്കെ ഇങ്ങനെ ദൈവമേ ഓപ്പറേഷൻ നടക്കുകയാണ്, നമ്മളോട് ഷൂട്ടിങ് ചെയ്യാൻ. ആ പെർമിഷനൊക്കെ കിട്ടി. അത് ഭയങ്കര സെൻസിറ്റീവ് ഒരു സ്ഥലമായിരുന്നു. അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ശിവകാർത്തികൻ ഫുൾ ക്യാരക്ടർ പിടിച്ചിരിക്കുകയായിരുന്നു. പുള്ളി അങ്ങനെ ക്യാരക്ടർ പിടിക്കുന്ന പുള്ളി ആക്ഷൻ പറയുമ്പോൾ മാത്രം ക്യാരക്ടർ, അല്ലെങ്കിൽ പിന്നെ ഫുൾ ജോളി കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ആംബുഷ് അറ്റാക്കിനകത്ത് ഞാൻ പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അന്ത മൂവിയിലൊരു പെൺകുട്ടി വരുമേ ആൻഡ്രിയ ജെറിമിയ എന്ന് പറഞ്ഞു. ആ സീനൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി കളിയാക്കാൻ തുടങ്ങി. പുള്ളി ആൻഡ്രിയ സാർ എന്നുള്ള രീതിയിൽ പുള്ളിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ക്ലെയിമിംഗ് ലെറ്റർ എന്തോ ഒരു ഡയലോഗ് അതും ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും.
അപ്പം ഫുൾ കിണ്ടൽ പരിപാടിയാണ്. എനിക്ക് മലയാളി റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ അതന്നെ അതന്നെ എനിക്ക് വൈഫ് മലയാളിയാന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ നമ്മൾ പുള്ളിയെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു ലൈറ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്. പക്ഷെ ആ സീനിന്റെ ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഐ ആം ഫൈൻ എന്ന് പറഞ്ഞിട്ട് അതാണ് കോൺട്രാസ്റ്റ്. സ്റ്റാർട്ടിങ് ഓഫ് ദ ഷോട്ടും എൻഡ് ഓഫ് ദ ഷോട്ടും ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ. അതിനകത്ത് ആദ്യം എന്ത് ലൈറ്റായിട്ട് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സായി പല്ലവിയുടെ എമോഷൻസ്, SKയുടെ എമോഷൻസ്, പിന്നെ ലാസ്റ്റ് ഫുള്ള് ഒരു അലർച്ചയിലാണ് അത് നിൽക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് ഷോട്ടാണ് ബേസിക്കലി. അത് ബോൾട്ട് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്, റോബോട്ടിക് ആം. ഇത് എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വണ്ടിക്കകത്താണ്. അതിനകത്ത് നമ്മൾ ആദ്യം ഡയലോഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എൻ്റെ ഡയലോഗ് ആദ്യം, പിന്നെ SKയുടെ ഡയലോഗ്, ലല്ലുവിൻ്റെ ഡയലോഗ്, ഭുവൻ അറോറ പുള്ളി അടിപൊളി മനുഷ്യനായിട്ട്. അപ്പം നമ്മൾ 4 പേരാണ് അവിടെ ഇരിക്കുന്നത്, കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പം റോബോട്ടിക് ആം വെച്ചിട്ട് ആദ്യമേ ടൈമർ സെറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾക്കിപ്പം ഒരു 10 സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ ഒരു 5 സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവകാർത്തികൻ്റെ അവിടെ ഒരു 15 സെക്കൻഡ്, പിന്നെ ഇങ്ങനെ ഷിഫ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ മൊത്തം പിന്നെ റീടേക്ക് വരും. ആ ഒരു ഇല്ല റീടേക്ക് ആയിട്ട് ആദ്യം നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ട് അതായിരുന്നു ഡയറക്ടർ സന്തോഷമായിട്ടിരുന്നത്. ഡയറക്ടർ വാസ് ഹാപ്പി. അത് ഞാൻ ഈ ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ചെന്നിട്ട് SKനെ ചെന്നൊന്ന് ഹഗ് ചെയ്ത്, ഓ താങ്ക് യു സർ, ഇത്ര ഒരു വലിയൊരു സംഭവം ഇത്ര ലൈക്ക് ആ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷനോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സോ ഒന്നും ഇല്ലായിരുന്നു. അതങ്ങ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്, ദൈവം ഞാൻ തെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേനേലോ എന്നുള്ളൊരു സാധനം. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല, ഭയങ്കര ചില്ലായിരുന്നു. ഇപ്പോൾ റിയൽ ലൈഫിൽ മേജർ ശ്രീനാഥ്, റിയൽ ലൈഫിൽ അഭിനവ് രാജ്. അപ്പോൾ അഭിനവ് രാജിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയും. എൻ്റെ ഫാമിലി അച്ഛൻ, അമ്മ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, പിന്നെ കുഞ്ഞ്. അപ്പം അതാണ് എൻ്റെ ഒരു ചെറിയൊരു യുവതിയുവാക്കളുടെ ശ്രദ്ധിക്കുക, അഭിനവ് രാജ് സിംഗിളാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട്. അയ്യോ അമ്മയൊക്കെ അറിയും, താഴെ കമന്റ്സ് വരുമോ? കഴിഞ്ഞ 6 വർഷമായിട്ട്. സോ അവർ ബാംഗ്ലൂരാണ്. സിസ്റ്ററും കുഞ്ഞും ഗോകുലും ഒക്കെ ബാംഗ്ലൂരിലാണ്. അച്ഛനും അമ്മയും ഇപ്പോഴും അരുണാചൽ പ്രദേശിലാണ്. അപ്പം ഞാൻ അവിടെ അരുണാചലിലായിരുന്നു വളർന്നത്. അപ്പം ഇപ്പം ആക്ച്വലി ഒരു 7 വർഷമായി അവിടെ പോണം. അപ്പോൾ മലയാളം ഒക്കെ വീട്ടിൽ മലയാളമായിരുന്നു സംസാരിച്ചോണ്ട്. എന്നാലും എൻ്റെ മലയാളം അത്ര ശരിയല്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ ഒരു 7 വർഷമായി ഇവിടെ കൊച്ചിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയിലും സംസാരിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലി ഒരു മർച്ചന്റ് നേവിക്കാരനാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ എങ്ങനെയുണ്ടായിരുന്നു? മർച്ചന്റ് നേവിയിൽ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് നമ്മൾ എന്താ പറയുക, ഒരു മെറീൻ എഞ്ചിനീയറിങ് ചെയ്യുമ്പോഴാണേലും അന്നേരവും നമുക്ക് ഷിപ്പിനെ കുറിച്ച് അറിയില്ല. ഐ മീൻ ഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതല്ലാതെ ഷിപ്പിൽ നിന്ന് ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് മനസ്സിലാവത്തില്ല അൺടിൽ അൺലെസ് വി ബി ദെയർ. അപ്പം ആദ്യമായിട്ട് ഷിപ്പിൽ പോകുമ്പോഴാണേലും വലിയൊരു VLCC ആയിരുന്നു. ഐ മീൻ ഓയിലൊക്കെ ക്യാരി ചെയ്യുന്ന ഷിപ്പായിരുന്നു. ഇങ്ങനെ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് പോകുമ്പോൾ. ഇങ്ങനെ പോകുമ്പോൾ വലിയ ഭിത്തി പോലെ ആയിരിക്കും സമുദ്രത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവിടെ ചെന്ന് കയറുകയും വേറെ ഒരു ലോകത്ത് കയറിയ കണക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വർക്കും എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് ജൂനിയർ ആയിരിക്കുമ്പോൾ നമ്മൾ എഞ്ചിനീയറാന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ തന്നെ ആദ്യം പെയിൻറ്റിങ്ങും ചിപ്പിങ്ങും എല്ലാം ചെയ്യേണ്ടി വരും, സ്റ്റെൻസിലിങ്ങും എല്ലാം ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ചൂടും അത് ആ രീതിയിൽ. എഞ്ചിനീയറിംഗ് ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പഠിച്ചെന്നുള്ള രീതി. പക്ഷെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ പതുക്കെ എഞ്ചിനീയറിംഗിലോട്ട് കയറുന്നത്. അപ്പോൾ എല്ലാ ബേസിക് സാധനവും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റാങ്ക് കയറി പോകുന്നത്. പൊതുവെ ട്രോൾ ഉണ്ടല്ലോ, എഞ്ചിനീയർ ആണ് ഏത് പണിക്കും വിടാൻ. അതെ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ മാതൃകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല ഓൺസെറ്റ് ആണേലും. ബിക്കോസ് ഹാർഡ്ഷിപ്പ് ഓൾറെഡി എല്ലാ പണിയും ചെയ്തുകൊണ്ട് എനിക്കങ്ങനെ സെറ്റിലാണേലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഇൻകൺവീനിയൻസോ ഉണ്ടെങ്കിലും എനിക്കത് വലിയതായിട്ട് ബോദർ ചെയ്യാറില്ല, എനിക്ക് എഫക്റ്റ് ചെയ്യാറില്ല. ഞാൻ കുറേ നേരമായിട്ട് കയ്യിലോട്ട് നോക്കിക്കൊണ്ടിരിക്കാം ഈ ടാറ്റുവിന്റെ പിറകില് ആരാണ് ആ സുന്ദരി? സുന്ദരിയല്ല, ബുദ്ധനാണ്, ലോർഡ് ബുദ്ധയാണ്. ഇത് എനിക്കൊരു ഇന്റേണൽ കണക്ഷൻ പോലെയുണ്ട്. ബുദ്ധ ഡിവോട്ടിയാണ്. ഞാൻ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ. ഞാൻ അരുണാചൽ പ്രദേശിലായിരുന്നല്ലോ വളർന്നത്. അപ്പോൾ അവിടെ ഞാൻ മോസ്റ്റ്ലി എല്ലാ ദിവസവും ഞാൻ അവിടെ ഒരു മൊനാസ്ട്രി ഉണ്ട്, അവിടെ പോയി വെറുതെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ മോങ്സിനെ കാണുമ്പോഴാണെങ്കിലും എന്തോ ഒരു സന്തോഷം പോലെ ഫീൽ ചെയ്യും. അപ്പം
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അത് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരു സ്കാർ ആയി. കവറപ്പ് അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ കവർ ചെയ്തോടെ ചേർത്തിട്ട് അപ്പം വേണ്ടിയ ഇഷ്ടമുള്ള സാധനവും വെച്ച് കവറപ്പും ആയി. എല്ലാം കൂടെ ഒരു സമാധാനമായി, സന്തോഷം. ശരിക്കും ആ അടയാളം കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു പച്ച കുത്തി. അതെ, അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കാറ് എന്താ ഈ വിയേർഡ് സ്ഥലത്ത് ചെയ്ത്, സാധാരണ ഇവിടെ ചെയ്യാറില്ലല്ലോ, വേറെ സ്ഥലത്താണല്ലോ ആൾക്കാർ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കത്തൂല്ല, എന്നാ ഒട്ട് ശ്രദ്ധിക്കുന്ന ഭാഗം എന്ന്. പക്ഷെ നല്ല സാറ്റിസ്ഫൈ, സന്തോഷമാണ് ഇത് അടിച്ചതിൽ. ഇത്രയും നേരം ഞങ്ങളുടെ എല്ലാ അലമ്പിനും കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിന്ന മല്ലുഗായ്, താങ്ക് യു. സോ മച്ച്. നായകനായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇന്റർവ്യൂ തരണം, ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്യാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.